ഗ്ലോബലി എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയാണ് സെക്കൻഡ് ആയിട്ട് നിൽക്കുന്നത്. കേരളത്തിൽ നമ്മൾ ഒരു 23.6% 100 പേരിൽ ഡോക്ടർ, നമ്മുടെ ഈ റെക്കോർഡ്സ് പ്രകാരം ഇന്ത്യയുടെ ഒരു ഡയബറ്റീസ് ക്യാപിറ്റലാണ് കേരളം. ഓൾമോസ്റ്റ് 28 ഔട്ട് ഓഫ് 100 പീപ്പിൾ ഡയബറ്റീസ് പേഷ്യൻസ് ആണ്. ഇവരുടെ മേജർ കൺസേൺ ഇവർ ഏത് ടൈപ്പ് ഓഫ് ഫുഡാണ് കഴിക്കേണ്ടത്, എസ്പെഷ്യലി ഇവർക്ക് ഫ്രൂട്ട് കഴിക്കാൻ പറ്റുമോ ഓർ ജ്യൂസ് കഴിക്കാൻ പറ്റുമോ എന്നവർക്ക് നല്ലൊരു ഡൗട്ട്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഓക്കെ, ഇന്ത്യയിൽ കേരളത്തിൽ സെക്കൻഡ് ആണ്. ഗ്ലോബലി എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയാണ് സെക്കൻഡ് ആയിട്ട് നിൽക്കുന്നത് ഡയബറ്റീസിന്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ ഒരു 23.6% 100 പേരിൽ ഡയബറ്റീസ് ഉണ്ട്. 18.1% പ്രീ ഡയബറ്റീസ് ഉണ്ട്. അതായത് ഡയബറ്റീസിലോട്ട് കാലെടുത്ത് വെക്കാൻ പോയി നിൽക്കുന്നത്. ഡയറ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ഉള്ളവരോ ഇല്ലാത്തവരോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു യൂണിവേഴ്സൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇപ്പം നമ്മൾ പറയുന്നുണ്ട്. അതായത് ഒരു 12 ഇഞ്ച് പ്ലേറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പകുതി പച്ചക്കറികൾ, പഴങ്ങളും, അതായത് ആ പ്ലേറ്റിന്റെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ബാക്കിയുള്ള ഹാഫ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു ഹാഫ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ചോറ്, ചപ്പാത്തി, അങ്ങനത്തെ സാധനങ്ങൾ, റൈസും വീറ്റ്, അങ്ങനത്തെ മില്ലറ്റ്സ്, റാഗി, അങ്ങനെ എന്തെങ്കിലും. ബാക്കിയുള്ള ഹാഫ് നമുക്ക് പ്രോട്ടീൻസ്, മീന്, മുട്ട, ഇറച്ചി, ചെറുപയർ, വൻപയർ, കടല, പരിപ്പ്, അങ്ങനെയുള്ള സാധനം. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് എല്ലാം കൂടെ ചേരുന്ന ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെ കേരളത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സ് ആണ് കൂടുതൽ അളവിൽ കഴിക്കുന്നത്. അതായത് ഒരു പ്ലേറ്റ് എടുത്താൽ അതിന്റെ പകുതി മുക്കാലും ചോറോ എങ്കിലും ആയിരിക്കും എടുക്കുന്നത്. സൈഡിൽ കുറച്ച് കറികളും. അങ്ങനെയാണ് പൊതുവെ കേരളത്തിലുള്ള ആൾക്കാരുടെ ഒരു ഇതെന്നാണ്. അപ്പൊ അതിന്റെ ആ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടുതൽ കഴിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യാം എന്നുള്ള ഒരു പഠനമാണ് ഇപ്പോൾ കൂടുതലും നടക്കുന്നത്. അതുപോലെ തന്നെ ഫ്രൂട്ട്സിൽ തന്നെയാണെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എല്ലാവരും കേൾക്കുന്നതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം നമ്മുടെ ഷുഗർ കൂട്ടാൻ പറ്റും അതനുസരിച്ചിട്ട് നമ്മൾ ഫുഡിനെ എല്ലാം നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫ്രൂട്ട്സിൽ തന്നെ ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്നത് ആപ്പിൾ കഴിക്കാം, പേരയ്ക്ക കഴിക്കാം, പപ്പായ കഴിക്കാം, സബജില്ലി, കിവി, അങ്ങനത്തെ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാം. ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഗ്രേപ്സിന് കുറച്ചും കൂടെ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ അത് എന്താ വെച്ചാൽ അത് കഴിക്കുമ്പോൾ കൂടുതൽ ഷുഗർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കയറാനുള്ള സാധ്യത കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ പൊതുവേ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ പറയും ഫ്രൂട്ട്സിനെക്കാട്ടിലും നല്ലതാണോ ഫ്രൂട്ട് ജ്യൂസസ് അതോ ഫ്രൂട്ട് ജ്യൂസസ് ആണോ മോശം എന്നുള്ളത്. ഫ്രൂട്ട് ജ്യൂസസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അതിനകത്തെ ഫൈബർ കണ്ടന്റ് പിന്നെയും പോവുകയാണ്, നമ്മൾ പ്രോസസ് ചെയ്യാണ്. പിന്നെ അതിനകത്ത് ചിലപ്പോൾ നമ്മൾ ജ്യൂസ് ടേസ്റ്റ് വരാൻ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യും, അങ്ങനത്തെ കാര്യം. അപ്പം എപ്പോഴും ഹോൾ ഫ്രൂട്ട്സ് ആണ് എപ്പോഴും നല്ലത്. അതാണ് ഐഡിയലി കഴിക്കേണ്ടത്. ഡോക്ടർ പറഞ്ഞല്ലോ ഒരു ബാലൻസ്ഡ് ഡയറ്റ് വേണം. ബാലൻസ്ഡ് ഡയറ്റിന് ഇത്ര ശതമാനം കാർബോഹൈഡ്രേറ്റ് ഇത്ര ശതമാനം എടുക്കണം, പ്രോട്ടീൻ ഇത്ര % എടുക്കണം, അങ്ങനെ ഒരു കാൽക്കുലേഷൻ അതിന്റെ പ്രൊപ്പോർഷൻ ഉണ്ട്. അത് ഡിപ്പെൻസ് ഓൺ നമ്മൾ ആ പേഷ്യന്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല ആക്ടിവിറ്റി ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ, അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി കൂടുതലുള്ളവർക്ക് കുറച്ചും കൂടി കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാലും കുഴപ്പമില്ല. അതേസമയം ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നവരാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കൂടുന്തോറും അവരുടെ ശരീരത്തെ ഷുഗറിന്റെ അല്ലെങ്കിൽ അത് ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. അത് അവരുടെ ആ എങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റി അനുസരിച്ചിട്ടും അവരുടെ ബോഡി ഹാബിറ്റസ്, നമ്മുടെ ലീനാണോ മോഡറേറ്റ്ലി ബിൽറ്റ്, അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഏത് ആൾക്കാർക്ക് വേണമെങ്കിലും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഈ യൂണിവേഴ്സൽ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അത് ഡയബറ്റീസ് വേണമെന്നില്ല, നോർമലി ഉള്ള ആൾക്കാർക്ക് ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യാനും നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. ഡോക്ടർ, പണ്ടോട്ട് കേരളത്തിന്റെ ഒരു ഫുഡ് ഹാബിറ്റ് ആണ് കപ്പ, ചീനി, റൂട്ട് വെജിറ്റബിൾസ് ഒക്കെ. ഇത് ഡയബറ്റീസിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ? അല്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും കഴിക്കുന്നത് കപ്പ കഴിച്ചു എന്ന് പറഞ്ഞ ഷുഗർ കൂട്ടണമെന്നും ഭയങ്കര നിർബന്ധമൊന്നുമില്ല. കപ്പേൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കപ്പ മാത്രമായിരിക്കും നമ്മൾ കഴിക്കണത്. കപ്പ എടുക്കുന്നു, കുറച്ച് കറി എടുക്കുന്നു. ഈ കപ്പ ഫുള്ളി അങ്ങനെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും. കാരണം കപ്പയ്ക്കകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഭയങ്കര കൂടുതലാണ്. 2, അതിന് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റ്സ് മാത്രമാണ്, ബാക്കിയുള്ള കാര്യങ്ങൾ ഇല്ല എന്നല്ല, പക്ഷേ കമ്പാരിറ്റീവ്ലി കാർബോഹൈഡ്രേറ്റ് അളവ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കപ്പയുടെ കാര്യം നമ്മൾ കൂടുതലും പറയുന്നത്. കപ്പ കഴിക്കാൻ പാടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ തന്നെ എടുത്ത് വെച്ച് നമ്മൾ ഒരു പ്ലേറ്റ് കപ്പ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഡെഫിനറ്റ്ലി കൂടും. അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് കപ്പ കഴിക്കാം. മോഡറേറ്റ് അളവിൽ നമുക്ക് രാവിലെ കഴിക്കാം. അത് 1-2 കഷ്ണം നമുക്ക് ആ ഒരു ടേസ്റ്റ് നോക്കാൻ മാത്രമായി കഴിക്കുന്നതുകൊണ്ട് ഷുഗർ ഒരുപാട് കൂടുകയൊന്നുമില്ല.
അവിടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ. ബാലൻസ്ഡ് ഡയറ്റ് തന്നെ നമുക്ക് എന്ത് ഷുഗർ ഉള്ളവർക്ക് പൊതുവേ ഞാൻ പറയുന്നത് നമുക്ക് എന്ത് വേണേലും കഴിക്കാം എന്നുള്ളതല്ല, നമ്മൾ എന്ത് കഴിക്കണോ അതിൻ്റെ റൈറ്റ് ക്വാണ്ടിറ്റി ആൻഡ് ഏത് റൈറ്റ് ടൈമിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം ബാലൻസ് ചെയ്ത് എല്ലാ സാധനങ്ങളും കഴിച്ച് പോകാൻ പറ്റും മുന്നോട്ട്. ഡോക്ടർ, ഈ ഡയബറ്റീസ് പേഷ്യൻസിന് പൊതുവെ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഈ ഡയബറ്റീസ് മെഡിസിൻ ഇൻടേക്ക് കാരണം അവരുടെ കിഡ്നിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയല്ല, ഡയബറ്റീസിന്റെ മെയിൻ കുറേ ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരാൾ ഡയബറ്റീസ് ആയിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ബേസിക് പാരാമീറ്റേഴ്സ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടേ നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. ചുമ്മാ ഒരു ഷുഗർ ലെവൽ മാത്രം കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ ചിലർ വന്നിട്ട് നമ്മൾ വീട്ടിലിങ്ങനെ കൈ കുത്തി നോക്കി, കയ്യിൽ ഷുഗർ നോക്കി, GRBS നോക്കി, ഇങ്ങനെ 200 മുകളിൽ കണ്ടു, അപ്പോൾ ഞാൻ മരുന്ന് കഴിക്കണോ എന്ന് ചോദിച്ച ആൾക്കാർ വരാം. അപ്പൊ അതെന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് 3 വാല്യൂസ് ആണ് മെയിൻലി നമ്മൾ എടുക്കുന്നത്. അതായത് 1 ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, 2 പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, പിന്നെ HbA1c. ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ സിംറ്റംസ്, എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ ഡയബറ്റീസിൻ്റെതായിട്ടുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പോളിയൂറിയ എന്ന് പറയും. അതായത് എപ്പോഴും മൂത്രം ഒഴിക്കണം എന്ന് തോന്നും. പോളിഡിപ്സിയ, ഭയങ്കര ദാഹമായിരിക്കും, എത്ര വെള്ളം കുടിച്ചാലും പിന്നെയും ദാഹമാണെന്ന് പറയും. പിന്നെ പോളിഫേജിയ, എപ്പോഴും വിശപ്പ് വരുന്നത്. അപ്പൊ ഈ 3 സിംറ്റംസ് ആണ് കൂടുതലും കോമൺലി നമ്മൾ ക്ലാസിക്കൽ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. ഒരു പേഷ്യന്റ് ഡയബറ്റീസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ എന്ന് സംശയമായിട്ട് വരുമ്പോൾ നമ്മൾ മെയിൻലി ചെയ്യുന്ന ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 FBS, PPBS, പിന്നെ HbA1c. FBS more than 126, അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ more than 126 mg/dL കൂടുതലോ, PPBS അല്ലെങ്കിൽ ഭക്ഷണ ശേഷമുള്ള ഷുഗർ more than 140, 140 കൂടുതലാണെങ്കിലോ, HbA1c more than 6.5, അതായത് 6.5 കൂടുതലാണെങ്കിലോ അവർക്ക് any 2, അതായത് ഇതിൽ ഒരെണ്ണം മാത്രം ഇല്ലെങ്കിൽ അവരെ ഡയബറ്റീസ് ആയിട്ട് പറയാൻ പറ്റില്ല. 2 കൂടുതൽ അല്ലെങ്കിൽ 2 വേണം മിനിമം അവരെ ഡയബറ്റീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ഇതിന്റെയൊക്കെ ചെറിയ സബ്സ്റ്റാൻഡേർഡ് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് പ്രീ ഡയബറ്റീസ് എന്നുള്ള രീതിയിൽ പറയാം. അതായത് HbA1c നോർമൽ 5.7 ആണ്. 5.7 to 6.5, 5.7 6.5 ഇടയ്ക്കാണെങ്കിൽ അവരെ നമ്മൾ പ്രീ ഡയബറ്റീസ്, അതായത് ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുള്ളവരെന്ന് പറയും. അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 110 മുകളിലോട്ടാണ്, 126 എത്തിയിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് ഷുഗർ വരാൻ സാധ്യതയുള്ളവരാണ്. 2 പിന്നെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗേഴ്സ് 140 199 ഇടയ്ക്കുള്ളവർ നമ്മൾ ഗ്ലൂക്കോസ് ഇൻടോളറൻസ്, അതായത് ഇംപയർഡ് ഗ്ലൂക്കോസ് ഇൻടോളറൻസ് എന്നുള്ള രീതിയിലും ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിൻസ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഒരാൾ ഷുഗർ ഉണ്ടോ എന്ന് സംശയം വന്നു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ആദ്യം ചെയ്യുന്ന 1 ചെക്കപ്പ് കണ്ണിൻ്റെ ടെസ്റ്റാണ്. അതായത് ഷുഗർ കണ്ണിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് അറിയണം. കാരണം കണ്ണിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ കിഡ്നിയിലെ ബാധിക്കാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. സ്മോൾ ഇതിലാണ് ആദ്യം, സ്മോൾ നെർവ്സിന് അതിനെയാണ് കൂടുതലും, സ്മോൾ വെസൽസിനെയാണ് ആദ്യം കൂടുതൽ ബാധിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നിക്ക് ദോഷമില്ലാത്ത രീതിയിലുള്ള മരുന്നുകളെ നമ്മൾ തുടങ്ങുകയുള്ളൂ. കിഡ്നിയെ ബാധിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ഹാർട്ടിൻ്റെയും ബാക്കിയുള്ള എല്ലാ സ്റ്റാറ്റസും നോക്കിയിട്ട് അവർക്ക് ഏറ്റവും ഗുണം ഏത് മരുന്നിന് കിട്ടുന്നു ആ രീതിയിലുള്ള മരുന്നുകൾ മാത്രമേ നമ്മൾ തുടങ്ങുള്ളൂ. അപ്പോൾ ഒരിക്കലും ഡയബറ്റീസിൻ്റെ മരുന്നുകൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ആരുടെയും കിഡ്നി മോശമാവുകയല്ല. കിഡ്നി നമ്മൾ അൺകൺട്രോൾഡ് ഡയബറ്റീസ് കാരണം, അതായത് ഷുഗേഴ്സ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ വരുന്ന കിഡ്നി ഡാമേജിൻ്റെ അത്രയും ഒരിക്കലും മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കിഡ്നി ഡാമേജ് വരില്ല. അപ്പോൾ അത് നമ്മൾ അവരുടെ ആ ഒരു ബേസിക് വാല്യൂസ് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഒരിക്കലും ഏത് മരുന്നാണോ വേണ്ടുന്നതെന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങുകയുള്ളൂ. ഓക്കെ. അപ്പം ഡോക്ടറിന് നമ്മുടെ ഡയബറ്റീസ് പേഷ്യൻസിന് ഒരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും അത് ഞാൻ കൂടുതലും പറയുന്നത്, നമുക്ക് ഈ ഡയബറ്റീസ് വരാൻ സാധ്യതയില്ല. അതിപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഒരു 60 വയസ്സുള്ള ഒരാളാണ്, അവരെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും കുറച്ചും കൂടി അഗ്രസീവായിട്ട് ഒരു 30-40 വയസ്സുള്ളവരെ ട്രീറ്റ് ചെയ്യണം. കാരണം ലോങ് സ്റ്റാൻഡിങ് കോംപ്ലിക്കേഷൻസ് ആണ് ഡയബറ്റീസിൽ വരുന്നത്. നമ്മൾ ഡയബറ്റീസ് ഉണ്ടെന്ന് അറിയുന്നതിന് ഏകദേശം ഒരു 2-3 വർഷം മുന്നേ ചിലപ്പോൾ നമുക്ക് ഷുഗർ ഉണ്ടാവും. അത് പതുക്കെ കൂടിയാണ് നമ്മൾ അതിൻ്റെ ഫ്രാങ്ക് സിംറ്റംസിലോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യുക, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്കൊരു പാരമ്പര്യം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അത് ക്ലോസ് റിലേറ്റീവ്സിന് ഡയബറ്റീസ് ഉണ്ടെങ്കിലോ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിലോ, അപ്പോൾ അതിപ്പം ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുന്ന ഒരു അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ മെയിൻലി നമ്മൾ എപ്പോഴും ഡയബറ്റീസ് ഒരു 1 in 6 months എങ്കിലും നോക്കിക്കോണം. അതേസമയം
ഹിസ്റ്ററി ഇപ്പം സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഡയറ്റ് ആൻഡ് എക്സസൈസ് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു പുതിയ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് അതായത് ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യണം. അത് നമുക്ക് ഒരു ആഴ്ചയിൽ 5 ദിവസം ചെയ്തിട്ട് 2 ദിവസം ഗ്യാപ്പ് എടുക്കുന്ന രീതിയല്ല, നമുക്ക് മോർ ദാൻ 2 ഡേയ്സ്, അതായത് ഒന്നിൽ കൂടുതൽ ദിവസം ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ആഴ്ചയിൽ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് എക്സസൈസ് ചെയ്യാൻ. അത് മോഡറേറ്റ് ലെവൽ ഇൻറ്റൻസിറ്റി എക്സസൈസ് ആണ് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ എക്സസൈസ് ചെയ്ത് ചിലർ നടക്കുന്നത് ഭയങ്കര സ്ലോ ആയി ഇങ്ങനെ നടക്കാൻ പോകണം, അതുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്ക് കിട്ടുന്നില്ല. നടക്കുമ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ, അതായത് നമ്മളെ കിതയ്ക്കുന്ന രീതിയിലെങ്കിലും രീതിയിൽ നടന്നാൽ മാത്രമേ അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പം ഡയറ്റ്, എക്സസൈസ്, പിന്നെ റുട്ടീൻ ചെക്കപ്പ്, അതാണ് ഏറ്റവും വേണ്ടത്.